ജർമ്മനിയിൽ പോയി ജർമ്മൻ ലാംഗ്വേജ് ഫ്ലുവൻ്റായി പഠിച്ച് അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് മാമിന്. എത്രയോ വർഷം അവിടെ നേഴ്സായിട്ട്, ഹെഡ് നേഴ്സായിട്ടെല്ലാം വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ജർമ്മൻ പഠിപ്പിക്കുന്നതും ചുമ്മാ ഇത് പാസ്സാവാൻ ജർമ്മൻ ആ, പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം ഉണ്ട്. അത് ലാംഗ്വേജിൽ നമുക്ക് കേൾക്കാനും കാണാനും പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ എന്നെ പഠിപ്പിച്ചത് ജർമ്മൻകാരിയാണ്. അവർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്യൂട്ടറായിരുന്നു, ജർമ്മൻ ട്യൂട്ടറായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ ചിലപ്പോൾ 2 വേർഡ്സൊക്കെ ഈ പ്രൊനൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ദിവസം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി വരും. ചില വേർഡ്സൊക്കെ നമ്മൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊനൗൺസ് ചെയ്യിച്ചാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതെന്നു വെച്ചാൽ ഈ ഓയിൽ എന്നുള്ള നമ്മൾ പറയുന്നത് അവിടെ പറയുന്നത് ഏൽ. അപ്പോൾ ആ ആ ആ അതങ്ങോട്ട് വഴങ്ങാനായിട്ട് നമുക്ക് മലയാളികൾക്ക് കുറച്ച് പ്രയാസമാണ്. നമ്മൾ നമ്മൾ പറയുമോ? നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഓയിൽ 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 പറഞ്ഞുകൊണ്ടിരിക്കും. പറയും ഓയിൽ എന്നറിയാതെ പറയും. പ്രത്യേകിച്ച് നമുക്കൊരു ഓ കൂടുതലുണ്ട്. പിന്നെ ഈ യു ഇയുടെ പ്രൊനൗൺസിയേഷൻ യു എന്നാണ്. ആ യു പറയുമ്പോൾ അതിൽ വരുന്ന ആ സ്വരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോണറ്റിക്കലി അത് കറക്റ്റ് അല്ലെങ്കിൽ അർത്ഥം വരെ മാറിപ്പോവാം. ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ചെന്ന ആ സ്ഥലം ബ്രൂൾ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. BR യുടെ മുകളിൽ ഇത് ഹൈഫൻ ഇട്ടിട്ട് HL. അന്നേരം ബ്രൂൾ എന്ന് ആദ്യമൊക്കെ പറഞ്ഞു. അതുപോലെ ഞങ്ങൾ ബ്രൂളല്ല ബ്രൂൾ. പിന്നെ പറഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ കൊളോൺ എന്നാണ് പറയുന്നത്. ജർമ്മനിലൊരു സ്ഥലം, ഒരു മെയിൻ സ്ഥലം. അപ്പം കൊളോൺ എന്നല്ല അവിടെ പറയുന്നത് കേൾ. കേൾ. അത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രൊനൗൺസിയേഷൻ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ കസിനും ഞാനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പൊട്ടത്തെറ്റ് പോലെ ഇങ്ങനെ പറഞ്ഞങ്ങ് എന്നാലും സാരമില്ല പഠിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് ഞങ്ങൾ ജർമ്മൻ പഠിച്ചത്. അപ്പം ഞങ്ങളോട് സംസാരിക്കുന്നത് മുഴുവൻ ജർമ്മനിലായിരുന്നു. അപ്പോൾ അവരുടെ പ്രൊനൗൺസിയേഷൻ നമുക്ക് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വർഷം മുഴുവൻ ഇവരുടെ കൂടെ ആയിരുന്നത് കൊണ്ട് അവരെവിടെല്ലാം പോയാലും ഞങ്ങളെയും കൊണ്ടുപോകും. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം കൊണ്ടുപോകും, പിന്നെ സൂയിൽ പോകുമ്പം കൊണ്ടുപോകും, അതുപോലെ തന്നെ കൊൺസേർട്ടിന് കൊണ്ടുപോകും. അങ്ങനെ എല്ലാം ഞങ്ങളെയും കൊണ്ടേ അവർ പോകത്തുള്ളൂ. ഓരോ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല ഡ്രസ്സും ഒക്കെ മേടിച്ച് തന്നെ ഞങ്ങളെയും കൊണ്ട് അവർ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ചുറ്റിനും ജർമ്മൻകാർ തന്നെയായിരുന്നു. ജർമ്മനി ഞങ്ങൾ കേട്ടിട്ടുള്ളൂ.